ക്യാരറ്റും കൂടെ വറുത്തരച്ച് വെക്കുന്നത്. അത് അങ്ങനെ പറയണ മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് പറ്റി ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നാൽ പിന്നെ അത് സാധാരണ കിഴങ്ങ് വറുത്തരച്ച് വെക്കുമ്പോൾ തന്നെ കിഴങ്ങും സവാളയും അതുപോലെ ക്യാരറ്റും കൂടി ഇട്ടിട്ട് വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാട്ടോ. കാര്യം ഒരാഴ്ച ഹോസ്പിറ്റലിലായിരുന്നെങ്കിലും അസുഖമൊന്നും ഇതുവരെയായിട്ടും അങ്ങോട്ട് കറക്റ്റായിട്ട് മാറിയിട്ടില്ല. കുഞ്ഞാപ്പിക്കൊക്കെ ആണെങ്കിലും പനിയും അതുപോലെ ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ കുഞ്ഞാപ്പിയുടെ പനി മാറി, അതുപോലെ കുഞ്ഞോൻ്റെയും പനി മാറി, ചുമ മാറിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ വരാവേ. ചുമ മാറിയിട്ടില്ല. അവൻ കുഞ്ഞിതായിരുന്നപ്പോൾ അവൻ 7 മാസമായിരുന്ന സമയത്തല്ല ആയിരുന്നു കേട്ടോ കോവിഡ് വന്നത്. അവൻ 2020-ലുള്ളതായിരുന്നു കേട്ടോ. അപ്പം ആ സമയത്ത് അവന് കോവിഡ് പിടിച്ച സമയത്ത് അപ്പോൾ അവന് അന്ന് മുതൽ തുടങ്ങിയ ചുമയാട്ടോ. ഈ തൊണ്ടയുടെ അവിടുന്ന് ഈ അലർജി ചുമ പോലത്തെ ചുമയാട്ടോ കൊച്ചിനുണ്ടായത്. അപ്പോൾ അത് ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. കുറേ മരുന്നുകൾ, ഇംഗ്ലീഷ് മരുന്നൊക്കെ നമ്മൾ കൊടുത്തു നോക്കി, എന്നിട്ടും അവന് പിടിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് അവനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വന്നതിന് ശേഷം ചുമ മാറാത്തത് കൊണ്ട് അപ്പോൾ അന്ന് വിചാരിച്ചു ഹോമിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഹോമിയോ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹോമിയോ ആകുമ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കുഞ്ഞിന് കഴിക്കുകയും ചെയ്യാം, നമുക്കും ഒരു സമാധാനം. മറ്റേ ഇംഗ്ലീഷ് മരുന്ന് കുറേ അങ്ങോട്ട് ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, അവൻ തീരെ വയ്യാണ്ടാകുമോ കൊച്ചിന്. അതുമല്ല അവന് ആഹാരമൊന്നും കഴിക്കണില്ലാന്ന്. അവന് എണ്ണപ്പലഹാരമൊക്കെ കഴിക്കാൻ പറ്റില്ല. അവൻ എണ്ണപ്പലഹാരമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഛർദ്ദിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എണ്ണപ്പലഹാരമൊന്നും കൊടുക്കാറില്ല. പിന്നെ എന്തെങ്കിലും പുട്ടോ ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലും അവൻ ഒരു നുള്ള കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, അങ്ങനെ കഴിക്കണതിന് അവർ 2 മണിക്കൂർ ഇടവിട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഇന്ന് മുതലൊക്കെ ഹോമിയോ